തങ്ങൾ പറഞ്ഞു, അല്ലേ അല്ല, മരണവേദന എനിക്ക് അനുഭവപ്പെടുന്നില്ല, മരണത്തെ ഞാൻ അശേഷം പേടിക്കുന്നില്ല. പിന്നെയോ ഞാൻ കരയുന്നത് എന്തറിയോ? ഇതുവരേക്കും എനിക്ക് പ്രായമായത് മുതൽ ഈ മരണപ്പെടുന്ന ഈ സക്കറാത്തിന്റെ വേദന അനുഭവപ്പെടുന്ന ഈ മരിക്കുന്ന ഈ സമയം വരെ ഞാൻ ഉപേക്ഷിക്കാത്ത ഒന്നാണ് നട്ടപ്പാതിര നേരത്തുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നമസ്കാരം. അതങ്ങാനും ഞാൻ മരിച്ചു പോയാൽ, ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ ആ തഹജ്ജുദ് നിസ്കാരം എനിക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ആ നിസ്കാരം മുടങ്ങിപ്പോകുമല്ലോ. അതോർത്തിട്ട് ഞാൻ കരയുകയാണെന്ന് ഇമാം ശിബിലി. ഒന്നാലോചിച്ചു നോക്കോ, നിസ്കാരത്തിലായിരുന്നു അവരുടെ ജീവിതം, നിസ്കാരമായിരുന്നു അവരുടെ ഹര, നിസ്കാരമായിരുന്നു അവരുടെ സന്തോഷം, നിസ്കാരമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. നമുക്കാണെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയമേ ഇല്ല. ഇനൊരു വേള നിസ്കരിക്കുന്നെങ്കിൽ തന്നെ ഇതുപോലത്തെ വിധി വരുന്ന നാളാകണം അല്ലേ? ജനുവരി 22, ഡിസംബർ 6 അങ്ങനത്തെ സമയം വരുമ്പോ ആരെങ്കിലും പള്ളിക്ക് പോയെങ്കിലേ. പെണ്ണുങ്ങൾ പള്ളിക്ക് പോകരുത്, അത് മാത്രമല്ല സുന്നത്ത് ജമാഅത്ത്. ആണുങ്ങൾ പള്ളിക്ക് പോകണം, അതും കൂടിയാണ് സുന്നത്ത് ജമാഅത്ത് അല്ലേ? പെണ്ണുങ്ങൾ പള്ളിക്ക് പോകരുത്. നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയേ, ഞാൻ എൻ്റെ വീട്ടിൽ നമസ്കരിക്കട്ടെ? എനിക്കെല്ലാവരും പള്ളിയിലേക്ക് വരും പോലെ വരാൻ കഴിയുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്, രണ്ടാമത് ഞാൻ വരുന്ന വഴിയില്ലോ, ആ വഴി അതാ വളരെ ദുർഘടമാണ്. ഫീഹി ഹയ്യാത്തും വഅഖാരിബു, ആ വഴികളിലെല്ലാം പാമ്പുകളും തേളുകളും ഉണ്ട് നബിയേ, ദുർഘടമാണ് ആ വഴികള്. കൂടാതെ ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധനാണ് നബിയേ, ഞാൻ പള്ളിയിൽ നമസ്കരിക്കട്ടെ, വീട്ടിൽ തന്നെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങള് ഒരിത്തിരി നേരത്തെ മൗനത്തിന് ശേഷം മഹാനരോട് പറഞ്ഞു, പറ്റില്ല. ലാ സ്വലാത്ത ലിമൻ സമിഅൻ നിദാ ഇല്ലാ ഫിൽ മസ്ജിദി. ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ, പള്ളി മിനാരത്തിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ നീ പള്ളിയിലല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല. നിന്റെ നിസ്കാരം പള്ളിയിലാണ്. കണ്ണ് കാണാത്ത സഹാബിയോട്, ദൂരെ പാർക്കുന്ന സഹാബിയോട്, ദുർഘടമായ വഴികൾ താണ്ടിയിട്ട് പള്ളിയിലേക്ക് വരേണ്ടതായ സഹാബിയോട് മുത്തുനബി തങ്ങൾ ഈ സംഗതിയാണ് പറഞ്ഞതെങ്കിൽ, പള്ളിയിലേക്ക് വന്ന് തീരൂ എന്നാണ് പറഞ്ഞതെങ്കിൽ, എന്റെ വാല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, പിരിശപ്പെട്ട മുസ്ലിമേ, നിന്നെ പള്ളിയുടെ പരിസരത്ത് കണ്ടില്ലല്ലോ. എവിടെയാ നീ? പള്ളി എന്നത് കേവലം വെള്ളിയാഴ്ച മാത്രം കാണപ്പെടേണ്ട ഇടമാണോ? അതല്ല പെരുന്നാളിന് മാത്രം വരേണ്ട ഭാഗമാണോ? അതല്ല മയ്യത്ത് മാത്രം കൊണ്ടുപോയിട്ട് വെക്കപ്പെടേണ്ട വീടാണോ? അല്ലേ അല്ല. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭവനം അവന്റെ പള്ളിയാണ്, അള്ളാന്റെ പള്ളി. ആ പള്ളിയുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടാകണം, നല്ല പിരിശമുണ്ടാകണം. എല്ലാ കാര്യത്തിനും പള്ളിയുമായിട്ട് ഇടപെടുന്ന ഒരവസ്ഥ. അവിടെയുള്ള ജമാഅത്തില്, അവിടെയുള്ള ദിക്ർ സ്വലാത്തില്, അവിടെയുള്ള ഖുർആൻ പാരായണത്തിന്, എല്ലാത്തിനും പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരു കൽബാണ് നിനക്കുള്ളതെങ്കിൽ നാളെ പരലോകത്ത് നിനക്ക് അർശിന്റെ തണലുണ്ട്. ഹബീബുൽ വറ റസൂലുള്ളാഹ് പൊന്നാര നബി തങ്ങൾ പറഞ്ഞല്ലോ, വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. പള്ളിയുമായി അഭേദ്യ ബന്ധമുള്ള മനുഷ്യന്, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന മനുഷ്യന്. എന്തിന് പള്ളിയുമായിട്ട് എന്തിന് ബന്ധപ്പെടണോ? പിത്തന ഫസാദാക്കാനല്ല. ചില മനുഷ്യന്മാരുണ്ട് പള്ളിക്ക് വരുന്ന തന്നെ ബാക്കിയുള്ളവന്റെ തെണ്ണാന്, ഓർക്ക് വേറെ പണിയൊന്നുമില്ല.
നിസ്കരിച്ച് ദുആരുന്ന് ദിക്റെല്ലാം ചൊല്ലി സലാത്തെല്ലാം ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ട് ആടെ തൂക്കിയ മിഹ്റാബില അല്ലെങ്കിൽ മിമ്പറിന്റെ കാൽ ചുവട്ടിയിലെ തൂക്കിയ തസ്ബിന്റെ മാല എടുത്തിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങും. എന്നിട്ട് തുടങ്ങും, ഓനെ കണ്ടില്ലാരടാ, ഓൻ സെക്രട്ടറിക്ക് പറ്റാല, ഓനെ പുറത്താക്കണം, ഓവേ ഇല്ല. ഈ 4 എണ്ണം ചെല്ലുമ്പോൾ ഇവിടെ 40 വട്ടം മറിച്ചിട്ട് അതിന് എന്ത് കുന്ത്രാണ്ടം ചെല്ലുന്ന ഓനെ അറിയില്ല. അല്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാലും വെറുതെ ആയില്ലേ? അല്ല ഒന്ന് ആലോചിച്ചോക്ക്. ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ സാധാരണ അങ്ങനെ ഉണ്ടാവലുണ്ട്. പ്രത്യേകിച്ച് ചില വയസ്സന്മാർ, ഞാൻ ആക്ഷേപിക്കുകയല്ല, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചില വയസ്സന്മാർ അവർ ഈ കാര്യത്തിൽ കുറച്ച് ഏറെ ശ്രദ്ധിക്കണം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ആക്ഷേപിക്കുകയല്ല. വയസ്സന്മാർ എന്നോട് ബേജാറാകേണ്ടതില്ല. പക്ഷെ ഉള്ളത് പോലെ പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറായെങ്കിൽ എനിക്കതിൽ ബേജാറുമില്ല. ചില വയസ്സന്മാർ അങ്ങനെയുണ്ട്, അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. മക്കൾ 5-6 ഗൾഫിലുണ്ടാവും, ഒന്ന് ദുബൈയിൽ, ഒന്ന് ഖത്തറിൽ, ഒന്ന് അബുദാബിയിൽ, ഒന്ന് ബഹ്റൈനിൽ, ഇഷ്ടംപോലെ മാസം വരുന്നുണ്ടാവും ചിലവനൊക്കെയും. പിന്നെ കുറച്ച് ഗുളികകളുണ്ടാവും, ഷുഗറിന്റെ പ്രഷറിന്റെ ഒക്കെ, അതൊക്കെ അതിന് മട്ടം പോലെ പൊരലുണ്ടാവും. 3 നേരം പോയാൽ പൊരലങ്ങ് തിന്നാനും കിട്ടുകയും ചെയ്യും. പിന്നെ പണി എന്ത്? നിസ്കരിക്കുക, ഖുർആനോദ, തസ്ബീഹല്ല, പിന്നെ മറ്റുള്ളവനെ എണ്ണ, വേറെ പണിയൊന്നുമില്ല. അവനങ്ങനെ ആക്കി, അവനത് വേണ്ടായിരുന്നു, അവനെടുക്കണ്ടായിരുന്നു. അയാൾ നോക്കണം, അയാൾ എത്ര ലീവായി, അയാളെന്താ കണ്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഉറുസന്തി ഇങ്ങനെ, ഈ കൊല്ലത്തെ ഉറുസന്തി അങ്ങനെ. തന്നെയാണ് പാട്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഗീബത്തിന് മീമത്തുണ്ടുക എന്നത് ഘോരപരാധമല്ല. നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കുന്ന കാര്യമല്ല. പറയട്ടെ സഹോദര, നല്ല പോലെ പറയട്ടെ. നിസ്കാരത്തിന്റെ കാര്യം നല്ല പോലെ ശ്രദ്ധിക്കണം. ആ കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നാളെ പരലോകത്ത് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഒന്നാലോചിച്ചു നോക്കോ. ഹബീബായ നബി തങ്ങൾ പോലും വഫാത്തിന്റെ അവസാന സമയത്തോ പോലും ഈ ഉമ്മത്തിങ്ങളോട് നിസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ, എത്ര വലിയ സീരിയസ് ആണ് ആ വിഷയം. ചെറിയ നിസ്സാര കാര്യത്തിന്റെ പേരില് മൈലാഞ്ചി കല്യാണം അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് എത്ര നിസ്കാരം ഞങ്ങളെ ഉമ്മപങ്ങന്മാർ ഒഴിവാക്കുന്നു, ഇന്ന് പിന്നെ നിസ്കാരം അങ്ങനെ ചില ആൾക്കാർക്ക് നിസ്കാരമൊക്കെ ഒരു ഫാഷനായിട്ട് മാറി. ചില തെറ്റുകളൊക്കെ മറക്കാനുള്ള ഒരു മറയായിട്ടും ചില ആൾക്കാർ നിസ്കാരത്തെ കൊണ്ടു നടക്കുന്നു. ഇപ്പൊ എൻ്റെ നാട്ടിലെ പരിസരത്ത് സുബ്ഹാനല്ലാഹ് ഒരു ദിവസമുണ്ട്, സുബൈക്ക് ഞങ്ങളെല്ലാവരും സുബൈ ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ജമാഅത്തിന് എണീറ്റു. അങ്ങനെ എണീറ്റ് ഉളെടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോണ്ട് പള്ളിയുടെ നേരെ പിന്നാമ്പുറത്തുള്ള വീടിന്റെ സൈഡിൽ, വീടിന്റെ മുറ്റത്ത് ഭയങ്കര ആളും ബഹളവും. സംഗതി എന്താ? 2 ജീപ്പ് പോലീസ്. എന്ത് കാര്യം? അവിടെയുള്ള ബാല്യക്കാരനായ ചെറുപ്പക്കാരനെ കഞ്ചാവിന്റെ വിൽപ്പന നടത്തിയതിന്റെ പേരിൽ, കഞ്ചാവ് വിൽക്കുന്ന ആളായതിന്റെ പേരിൽ പിടികൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സത്യത്തിൽ ആ ചെറുപ്പക്കാരനാണെങ്കിലോ 5 നേരം പള്ളിയിൽ തലക്ക് തൊപ്പി വെച്ച് നിസ്കരിക്കാൻ വരുന്ന മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ചോക്ക്. ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളെ സംബന്ധിച്ച് നല്ലോണം നമ്മൾ പേടിക്കണം. നല്ല ബോധമുണ്ടാകണം നമ്മുടെ നേതാക്കന്മാർക്ക്, രക്ഷിതാക്കൾക്ക്, നാട്ടിന്റെ കാരണവന്മാർക്ക്. നമ്മുടെ യുവാക്കൾ, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ നമ്മുടെ യുവാക്കൾ, ബാല്യക്കാർ വഴിപടച്ചു പോകുന്നതിൽ കൂടുതലും നമ്മുടെ ബാല്യക്കാരാണ്, അതിലേറെയും കഞ്ചാവിന്റെ അടിമകളായിട്ട്. പിന്നെ നമ്മുടെ പെണ്ണുങ്ങളും, ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് തീരെ ലക്കുമില്ല, ലഗാനുമില്ല. ഒരു 2-3 മാസം പിന്നെ 1-2 മാസം പിന്നെ ഒരു പെണ്ണിനെ പിടികൂടി ഞങ്ങളെ മലയാളക്കരയില്, കേരളക്കരയില് പോലീസ് പിടിച്ചു. എന്തിന്റെ പേരില്? കുടുംബത്തിലെ പലരെയും ആ പെണ്ണ് വിഷം കൊടുത്തു കൊന്നു. ഇല്ലേ? ഇതിപ്പോ 2 ദിവസം പിന്നെ 3 ദിവസം പിന്നെ ഒരുത്തിയെ പിടികൂടി. എന്താ കാര്യം? സ്വന്തം വയറ്റിൽ പറഞ്ഞ അരുമക്കുഞ്ഞിനെ പാറക്കല്ലിക്കെറിഞ്ഞിട്ട് കൊന്നു. നമ്മളെ പെണ്ണുങ്ങളെ മനസ്സ് പോകുന്ന ഒരു പോക്ക് കണ്ട. സത്യത്തിൽ അമ്മയായ പെണ്ണ് മാതൃഹൃദയമാണത്. പകരം വെക്കാനില്ലാത്ത മനസ്സിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉടമയാണ് പെണ്ണ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ വാസ്തവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം നാശത്തിലേക്ക് കുതിക്കുന്നു, ലോകം ഫസാദിലേക്ക് കുതിക്കുന്നു. അള്ളാന്റെ അദാബ് ഏറി വരാനുള്ള ഒന്നാമത്തെ കാരണം ഞങ്ങൾ അള്ളാനെ മറക്കുന്നു. അത് തന്നെയാണ് വമന്നാറല്ല അന്ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനശ്റുഹു യൗമൽ ഖിയാമത്തി അമാ. വിശുദ്ധ ഖുർആൻ
അള്ളാനെ മറക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുമ്പോ, അള്ളാനെ മറക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് വരുമ്പോ അവന്റെ